നമ്മുടെ പുതിയൊരു സീരീസ് ലോഞ്ച് ചെയ്യുകയാണ്. ഈ ഡിസംബർ മാസം 12-ാം തീയതിയാണ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് മാത്രമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇത്. എന്നുവെച്ചാൽ വാസ്തുവിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള വാസ്തു വിദഗ്ധനായിട്ടുള്ള റിട്ടയർഡ് സിവിൽ എഞ്ചിനീയർ ആയിട്ടുള്ള മിസ്റ്റർ വിദ്യാധരൻ സാറാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഫൗണ്ടേഷൻ തൊട്ട് ബേസിക് ആയിട്ടുള്ള തൊട്ടുള്ള വാസ്തുവിന്റെ കാര്യങ്ങൾ, ആ ഒരു വാസ്തുവിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രാക്ടിക്കൽ ലൈഫിൽ ആപ്ലിക്കേഷൻ ആകുന്ന തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അരമണിക്കൂർ ക്ലാസ്സും അത് കഴിഞ്ഞ് 1 മണിക്കൂർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഡിസ്കഷൻ. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നോക്കി കഴിഞ്ഞാൽ പല ആചാര്യന്മാരുടെ പല ശിഷ്യന്മാരായിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴത്തേക്കും ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു തുറന്ന ചർച്ചയിലൂടെ എങ്ങനെയാണ് അതിനെല്ലാം കൂടെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ആദ്യത്തെ ആവശ്യം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളുകളോട് ഒരേ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളും പല ആൻസറുകളായിരിക്കും പറയുന്നത്. അതെല്ലാം മാറ്റിയിട്ട് 2026 ആകുമ്പോഴത്തേക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആളുകളും ചോദിച്ചാലും ഒരേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാവരും ഒരേ ആൻസർ പറയത്തക്ക രീതിയിലേക്ക് വരിക എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി ആദ്യത്തെ ആവശ്യം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ അരമണിക്കൂർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. അതിനുശേഷം നമ്മുടെ ഓരോരുത്തരും പഠിച്ചേക്കുന്ന കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാവരും കൂടെ അവരവരുടെ വ്യൂ പോയിന്റ് പറയും. അപ്പൊ അതിനകത്ത് നിന്ന് എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് ആപ്ലിക്കബിൾ ആണ് തുടർന്നുള്ള ഒരു ചർച്ചയിലൂടെ എത്തി അങ്ങനത്തെ രീതിയിലേക്ക് പോകുമ്പോഴത്തേക്ക് എല്ലാവർക്കും എല്ലാ ഫീൽഡിനെ പറ്റി അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇത് കഴിയുമ്പോഴത്തേക്കും വാസ്തു കഴിയുമ്പോഴത്തേക്കും അടുത്ത ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്നതാണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും ഏതിന്റെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇതേപോലെ തന്നെ. ഇപ്പം ബിൽഡിങ്ങിന്റെ ആകുമ്പോഴത്തേക്കും തന്നെ മെറ്റീരിയൽ സെലക്ഷൻ എടുക്കുന്നതിനകത്ത് സിമെന്റ് ഇഷ്ടികയാണോ അതോ ചുടുകട്ടയാണോ നല്ലത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എടുക്കുന്നത്, അതുപോലെ പല പല ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. ഇതൊക്കെ വരുന്നത് എങ്ങനെ, ഇത് ഓരോരോ ഫീൽഡിനെ പറ്റിയുള്ള ഓരോരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ പതുക്കെ പോയി തീരുക എന്നുള്ളതാണ്. 3.0 എന്ന് പറയുന്ന ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിന്റെ അടുത്ത ലോഞ്ചിങ് അടുത്ത 2025 ആകുമ്പോഴത്തേക്കും ഫെബ്രുവരി മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ ജോയിൻ ചെയ്യണമാണ് 3.0. അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിലാണ് ഈ ഡിസംബർ മാസം നമ്മൾ ആദ്യത്തെ ക്ലാസ് വാസ്തുവിന്റെ ക്ലാസ്സുകൾ സീരീസിലേക്ക് നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടി മാത്രമുള്ള ക്ലാസ്സാണ്. അപ്പൊ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും വാസ്തുവിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കഷനിലൂടെ ചുമ്മാ നമ്മൾ യൂട്യൂബ് ചാനൽ കാണുന്ന പോലെ ഒരു വൺ സൈഡ് പറയുന്നതിന് പകരമായിട്ട് അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് പറയും. അതിനുശേഷം അവരവരുടേതായ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൂടെ വരികയും ചെയ്യുമ്പോഴത്തേക്കും മാത്രമേ നമുക്കൊരു ഏകോപിപ്പിച്ചിട്ട് നമുക്ക് ഒരു ഒത്തൊരുമയോടുകൂടി പോകാൻ പറ്റുള്ളൂ. ആ ഒരു കൺസെപ്റ്റാണ് വ്യാഴാഴ്ച നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ശനിയാഴ്ച 2.0 ലാസ്റ്റ് ബാച്ചാണ് നമ്മൾ നടക്കുന്നത്. അതിനകത്ത് നമ്മൾ തെക്ക് ദർശനമായിട്ടുള്ള ഒരു ബെഡ്റൂമുള്ള ഫ്ലോർ പ്ലാൻ അത് നമ്മൾ വരുന്നത് ഡിസംബർ 14-ാം തീയതിയാണ് വരുന്നത് ശനിയാഴ്ച. അതിനുശേഷം 2 ബെഡ്റൂം, അത് 3 ബെഡ്റൂം, അതേ 2 നില വീട്, അതേ കോർട്ടിയാർഡുള്ള ഡിസൈൻ, അതേ ക്ലയന്റ് റിക്വയർമെന്റ്, ഇങ്ങനെ 6 തരം ഫ്ലോർ പ്ലാനുകൾ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് ഇത്ര ബഡ്ജറ്റ് ആണ്, ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഒരു റിക്വയർമെന്റ് ആയിട്ട് പറഞ്ഞിട്ട് അതനുസരിച്ച് എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നത് പറയും. അതിനുശേഷം ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട്. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഫ്ലോർ പ്ലാനുകൾ അവിടെ അപ്ലോഡ് ചെയ്യും. അതിന്റെ തെറ്റുകുറ്റങ്ങൾ വാട്സപ്പിന്റെ അകത്തുള്ള അഡ്മിനും കാര്യങ്ങളുമായിട്ടുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തരികയും ഗ്രൂപ്പ് ലീഡർ പറഞ്ഞു തരികയും ആ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് ശനിയാഴ്ച എല്ലാവരും കൂടെ ഒന്ന് പരിശോധിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ട് എല്ലാവർക്കും അറിവ് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ രീതിയിൽ കൃത്യമായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള അതേ മെത്തേഡാണ് ഇന്ന് വെള്ളിയാഴ്ച രാത്രി 8:30 ലൈവായിട്ട് ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് തെക്ക് ദർശനമായിട്ടുള്ള 4 ബെഡ്റൂം, 4 ടോയ്ലറ്റ്, ലിവിംഗ് ഹാള്, ഡൈനിങ്, ഫാമിലി, സിറ്റ് ഔട്ട് തുടങ്ങിയ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള 2200 സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള ഒരു വീടിന്റെ എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ പറ്റുക എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അതിനുശേഷം 2026 ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു വീട് വെക്കാൻ വേണ്ടി ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ AI ഉപയോഗത്തിൽ എങ്ങനെയാണ് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ചിട്ട് അവർക്ക് പ്രസന്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ലൈവായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സിൽ രാത്രി 8:30 ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ വരിക. കേരളത്തിലെ ഏറ്റവും നന്നായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി ആകുക എന്നുള്ളതാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിന്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ ആശയം. ഇപ്പോൾ തന്നെ ഓൾറെഡി 55 പേരോളം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. ഇതിനകത്ത് വാസ്തുകാരൻ ചെയ്യുന്ന ആളുണ്ട്, എഞ്ചിനീയർ ഉണ്ട്, ബിൽഡർ ഉണ്ട്, ഇന്റീരിയർ ചെയ്യുന്ന ആളുണ്ട്. ഇതേപോലുള്ള ഓരോ ഫീൽഡിലുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ട് ഇതേപോലത്തെ ഓരോ ഫീൽഡിലുള്ള ആൾക്കാരുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തുടർന്നൊക്കെ വരാൻ വേണ്ടി മാക്സിമം നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക, വാല്യൂ എടുക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ബാക്കിയുള്ളവരുടെ നിന്ന് വാല്യൂ എടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ലൈവായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാറിൽ ഒന്ന് പങ്കെടുത്ത് നോക്കുക. നമ്മുടെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, തുടർന്നുള്ള ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് രാത്രി 8:30 ലൈവായിട്ടുള്ള നേരിട്ട് കാണാം. താങ്ക് യു.